സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്ന രാജ്യാന്തര ആർബിട്രേഷൻ കോടതിയുടെ ഉത്തരവ് ഇന്ത്യ തള്ളി. പിന്മാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉത്തരവ് ബാധകമല്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. MG മിഥുനുണ്ട്. മിഥുന്, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. അതിൽ നിന്ന് ഒരിഞ്ച് പിറകോട്ടുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രജിത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള നിലപാട് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വീണ്ടും വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനാണ് ഇത് സംബന്ധിച്ചൊരു വിധി പുറപ്പെടുവിച്ചത്. അതായത് കിഷൻഗംഗ റാറ്റ്ലെ ജലവൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് പാകിസ്ഥാൻ ചില എതിർപ്പുകൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുകയും ചെയ്ത് ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ഒരു തരത്തിലും ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ ഇന്ത്യക്ക് ആകില്ല എന്നുള്ളൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വരുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതികൾ സംബന്ധിച്ച് പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏറ്റവും പുതിയ പ്രകസനമാണിത്. ഇത് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പുതിയ നീക്കമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയും ചെയ്യൂ. ഒപ്പം തന്നെ 1960 ആ കരാർ അന്ന് ഇന്ത്യൻ ലോകബാങ്കുമാരുടെ മധ്യസ്ഥതയിൽ നടത്തുമ്പോൾ അന്ന് ചില വ്യവസ്ഥകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്താൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആദ്യം ഉഭയകക്ഷി ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, ഈ ഉഭയകക്ഷി ചർച്ച അതൊരു സമവായത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ഒരു വിദഗ്ധനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് പോകണം. അതും ഫലം കണ്ടില്ല എങ്കിൽ മാത്രം മൂന്നാമതെന്ന രീതിയിലാണ് ഈ ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുക എന്നുള്ളൊരു വ്യവസ്ഥ അന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും, അതായത് ഒരു ഉപയോഗശി ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടില്ല. മറ്റൊന്ന്, ഒരു വിദഗ്ധനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്കും ഇരു രാജ്യങ്ങളും പോവുകയും ചെയ്യാത്തൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എങ്ങനെ പാകിസ്ഥാനെ എതിർപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഇത് തള്ളിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ വ്യവസ്ഥകൾ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് ബാധകമല്ല. അതായത് അതിൽ പ്രധാനമായും ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയതോടുകൂടി നിലവിലുള്ള കരാർ റദ്ദാക്കിയതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ഇന്ത്യ ബാധ്യസ്ഥമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും ഒരു പിന്തുണയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനോ ഒന്നും തന്നെ ഇന്ത്യ തയ്യാറല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് എന്ന രീതിയിൽ മുന്നോട്ട് വന്നാൽ അതിനും ചില നിബന്ധനകൾ ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നു, കൃത്യമായ നടപടികൾ കൈക്കൊള്ളുന്നു പാകിസ്ഥാൻ എന്ന രീതിയിൽ ഇന്ത്യക്ക് ബോധ്യം വന്നാൽ മാത്രം ഈ ഉഭയകക്ഷി ചർച്ചയ്ക്കും ഒപ്പം തന്നെ ഈ കരാർ മരവിപ്പിച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്.